സോ ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് ഞാൻ വേറൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. വെറുതെ ഫ്രീ ഫയർ കുത്തിയിരുന്നുകൊണ്ട് ഞാൻ കളിക്കുകയായിരുന്നു. അപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് പയ്യെ ഹോൺ സ്കോർ കുറയാൻ തുടങ്ങിയെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ലോൺ വൂൾഫ് വീഡിയോയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കളിക്കാനും തുടങ്ങാം. നേരെ അപ്പുറത്തായിട്ടായിട്ട് എന്തുവാ ഷോ പേര് കേട്ടപ്പോഴേ മനസ്സിലായി. ഓക്കെ, ഒരുത്തേനെ അവൻ കൊന്നിട്ടുണ്ട്. സൂപ്പർ, കൊള്ളാം. ഇനി നമുക്ക് M80 കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി നേരെ കളി തുടങ്ങാം. അല്ലേ വേണ്ട, വുഡ്പെക്കറാക്കാം. ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ടാണ് ഞാനൊന്ന് പറയാൻ നിൽക്കുന്നില്ല. നമ്മൾ നേരെ ശരിക്കും അങ്ങ് എടുത്താൽ കളി. നമ്മുടെ കൂട്ടത്തിൽ കളിക്കുന്നത് സാക്കിത്ത് ലൂണ്ട. ഇതൊക്കെ ആരാണോ ആകും, ബംഗാളി ആയിരിക്കും, പറയാൻ പറ്റൂല. അമ്പത്തെട്ട് പോയിട്ടുണ്ട്. ഇനി പോയി ഫിനിഷ് ചെയ്യാം. പുറകെ നിന്ന് അടി വന്നു. മര്യാദയ്ക്ക് എവിടെ നിന്ന് വെളുക്കിട്ട് അടിച്ചോണ്ടിരിക്കുന്നത് എന്നെ കാണാൻ വന്ന് കൊല്ലാൻ തുടങ്ങിയത്. ശക്തി ലൂണയുടെ കളി നമുക്ക് കാണാം. ഏതാ ലെവൽ. ബംഗാളി വിഷയ എന്തുവാ, ബംഗാളി തന്നെ. ഏത് ഗിൽഡിലാണോ? ഗെയിമർ ഗിൽഡ്. എന്തുവാ, ബിഹരി ഗെയിമർ. വാട്ട് എ നെയിം. സൂപ്പർ. നമ്മൾ കളിക്കുന്നതിന് മുന്നേ എല്ലാവരുടെയും പേര് പറഞ്ഞ് മനസ്സിലാക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേരം നമ്മളൊക്കെ എല്ലാവരുടെയും ഇതൊന്നും മനസ്സിലാകത്തുള്ളേ. അതാ. ആരാടാ ഈ പറയുന്നു? നേരെയല്ല. ഭണ്ഡാരം. ഫ്ലാഷ് ഫ്രീസ്. ബോഡി ഷൂട്ടാവുന്നു. സാരമില്ല, അടുത്ത കളി നോക്കാം. ഡെസേർട്ട് കൊണ്ട് കളിക്കാൻ തോന്നുന്നു. വൺടാപ്പ് അടിക്കാനുള്ള റിവെഞ്ചിലാണോ തോന്നുന്നത്. ബോക്ക് കണ്ടാൽ തോന്നുന്നു ഒരു വൺടാപ്പാണ്. ഇപ്പം കാണാം, അടിച്ചു നോക്കി വിടും. കുനിഞ്ഞു നിന്നടിക്കുന്നു, വളഞ്ഞു നിന്നടിക്കുന്നു. ആ തുളയ്ക്കകത്തോളം അവൻ എങ്ങനെ പോയെന്ന് ആർക്കറിയാം. വേറെ കാര്യം, അവിടെ കമ്പി ഉണ്ടായിരുന്നു, അടിച്ചിട്ട് ഒരു ഫുൾ റെഡ് പോലും കയറിയില്ല. പാവം. ഗൈസ്, ഈ കളി ആര് ജയിക്കും ആര് തോക്കുമെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തോ. ഇങ്ങനെ പോയാൽ മിക്കവാറും നമ്മൾ തോക്കുക ഉറപ്പാ. തോന്നി എനിക്ക്. പുറകിൽ നിന്ന് അടിക്കുമെന്ന് എനിക്ക് തോന്നി. സോൺ വന്നാലും അതിന് ബുദ്ധിയുണ്ട്. നമ്മളിപ്പോൾ എലൈറ്റ് ഹീറോയ്ക്ക് അടിച്ചിട്ട് സ്റ്റാർ പോയതിൻ്റെ വിഷമത്തിൽ ഇരിക്കുക. അതുകൊണ്ടാണ് ഒന്നും കളിക്കാൻ പറ്റുന്നില്ല. അവിടെ ഭയങ്കര ബഹളം കേൾക്കുന്നു.
കയറി ചെല്ലണോ? അവനടിച്ചു വിട്ട് ഹെഡ്ഷോട്ട്. എടാടാ പക്ഷെ വിക്ടറി അടിച്ച എൻ്റെ കില്ല അത്. ഞാൻ നല്ല ഡാമേജ് കൊടുത്ത. സാരമില്ല പോട്ടെ. എത്ര കില്ലായി? 4 കില്ല് അല്ല. കൊള്ളല്ലേ. 0 കില്ല്. വാ, അവൻ എത്ര കില്ലായി? 3 കില്ല്. അവന്മാർക്ക് ഒരുത്തന്നെ 4 കില്ല്. MP40. വാവ്, തീർത്തേക്കാം. ശേ, എനിക്ക് നെറ്റിന് ഇച്ചിരി പ്രശ്നമുണ്ട്. അങ്ങ് ബ്ലറാവും. അത്രേ ഉള്ളൂ. ഗൈസ്, നിങ്ങളിപ്പോൾ CSC ഏതാ റാങ്ക് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് പിന്നെ ഏതാ ലെവലിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവൻ അത്ര ലോങ് റേഞ്ച് ചെയ്യുന്ന MP40 കൊണ്ട് എങ്ങനെ അടിക്കാനാണോ? അങ്ങനെ അടിക്കാൻ പറ്റുമായിരിക്കും. ശേ, ഫ്ലാഷ് ഫേസൊക്കെ എടുത്തു. എന്താവുമെന്ന് ആർക്കറിയാം. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഇടാറില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ ഇട്ടെന്നേ ഉള്ളൂ. ശേ, അല്ല ഇതാണ് എനിക്ക് തോന്നുന്നു ഈ ഇയർഫോൺ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കുറേ പേര് കമൻറ്റ് ഇടാനുണ്ട്. എന്തുവാ ഞാൻ ഈ ഇയർഫോണില്ലാതെ വീഡിയോ എടുക്കുന്നുണ്ടേ സൗണ്ട് ക്ലിയറായിട്ട് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇടും. അതുകൊണ്ട് ഞാൻ മറ്റേതേ ഇയർഫോൺ ഇടാൻ വേണ്ടി പോയി. ഇയർഫോൺ ഇടാനാണോ ശരിക്കും കളിക്കാനും പറ്റുന്നില്ല. ഇതൊന്നാണോ ആവും. ഈ കളിയും തോറ്റ്. സാറി ഗൈസ്, എല്ലാ കളിയും നോക്കുന്ന കുഴപ്പമൊന്നുമില്ല. എല്ലാ കളിയും അല്ല. സാധാരണ യൂട്യൂബേഴ്സിന് വലിയ വീഡിയോ ഒക്കെ ഇടാൻ നേരത്ത് നല്ല മൂഞ്ചി തെറ്റി അപ്പുറത്തെ പറമ്പിൽ പോയി കിടക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മൂഞ്ചൽ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ വരുന്നവൻ വരെ നിങ്ങൾ കാത്തിരിക്കുക ഗൈസ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അത് വെറുതെ അല്ല വരുന്നത്, റിവഞ്ച് എടുക്കാൻ തന്നെയാണ്. അപ്പോൾ ബൈ.